എന്നോട് ആരെങ്കിലും ഏത് ഫ്ലൈറ്റിൽ കയറാനാണ് ജീവിതത്തിൽ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഒറ്റത്തരമേ ഉള്ളൂ. A380, എമിറേറ്റ്സിൻ്റെ A380. ഈ ഒരു കമ്പനിയിലേക്ക്, എമിറേറ്റ്സ് എയർലൈൻസ് എന്ന കമ്പനിയിലേക്ക് A380 എന്ന ഫ്ലൈറ്റിലേക്ക് നിലവിൽ ജോലി ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ്സാണ് മിനിമം യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ സർവീസ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരും വേക്കൻസി ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. ഈ A380 എന്ന സംഭവം വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റാണ്. ഈ ഒരു ഫ്ലൈറ്റ് എമിറേറ്റ്സ് എയർലൈൻസിന് മാത്രമല്ല ഉള്ളത്. ലോകത്തിലെ വിവിധ എയർലൈൻ കമ്പനികളിലേക്ക് A380 എന്ന ഫ്ലൈറ്റ് ഉണ്ട്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ A380 ഫ്ലൈറ്റുകൾ ഉള്ളത് എമിറേറ്റ്സ് എയർലൈൻസ് എന്ന കമ്പനിക്കാണ്. ഏകദേശം 100-ലധികം A380 ഫ്ലൈറ്റുകളാണ് എമിറേറ്റ്സ് എയർലൈൻസിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി ഫ്ലൈറ്റാണ് എമിറേറ്റ്സിൻ്റെ A380. ലോങ് റേഞ്ച്, അതായത് ഈ ഒരു ഫ്ലൈറ്റിൽ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ ഏകദേശം 15,000 കിലോമീറ്റർ വരെ പറക്കാൻ കഴിയും A380 എന്ന വമ്പൻ വിമാനത്തിന്. ലോകത്തിലെ ദൈർഘ്യമേറിയ ഫ്ലൈറ്റ് റൂട്ടും അത് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ A380യുടെ പേരിലാണ്. ഏകദേശം 17 മണിക്കൂറാണ് പറക്കുന്നത്. എവിടേക്ക് എന്നല്ലേ? ദുബായിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക്. അങ്ങനെ ഒരുപാടധികം പ്രത്യേകതകളുള്ള ഒരു ഫ്ലൈറ്റാണ്. ലക്ഷറിയുടെ അവസാന വാക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു വിമാനത്തിലേക്കാണ് നിലവിൽ ക്യാബിൻ സർവീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ജോലി ഒഴിവുള്ളത്. ആദ്യമേ പറയാം, ഈ ഒരു കമ്പനിയിലേക്ക് ഓപ്പൺ വേക്കൻസിയാണ്. എല്ലാ രാജ്യക്കാരെയും പരിഗണിക്കുന്നുണ്ട്. നമുക്കും അപേക്ഷിക്കാം. മിനിമം യോഗ്യത ഹൈസ്കൂളാണ്, 10ാം ക്ലാസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട്. നിങ്ങൾക്ക് ടാക്സ് ഫ്രീ സാലറി ഉണ്ടായിരിക്കും, അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും, മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ എയർലൈൻ ടിക്കറ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ ടിക്കറ്റ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ആനുവൽ പെയ്ഡ് ലീവ് ഉണ്ടായിരിക്കും. 30 ദിവസം, ഒരു വർഷം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം കമ്പനി നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ള ലീവ് തരും. അത് പെയ്ഡ് ലീവാണ്. അതേപോലെ ഇൻഡ് ഓഫ് സർവീസ് ബോണസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുൾപ്പെടെ ഒരുപാടധികം ബെനിഫിറ്റുകൾ അവരുടെ ജോലിക്കാർക്ക് നൽകുന്ന ഒരു കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. അപ്പോൾ ഈ ഒരു ജോലിയിലേക്കുള്ള ഇനി വേണ്ട യോഗ്യത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു പോവാം. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി ഞാൻ പറഞ്ഞല്ലോ, ക്യാബിൻ സർവീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. പുരുഷന്മാരെ പരിഗണിക്കുന്നുണ്ട്, സ്ത്രീകളെ പരിഗണിക്കുന്നുണ്ട്. 35 വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം. അതായത് 21-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു കമ്പനിയിലേക്ക്, ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് മേഖലയിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും ഒരു എയർലൈൻ കമ്പനിയിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഹോട്ടലിലോ ഉണ്ടായാൽ മതി. മിനിമം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി, അതായത് നിങ്ങൾ ഈ ഒരു എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ A380 ഫ്ലൈറ്റിൽ ക്യാബിൻ സർവീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി 3500 UAE ദിർഹം മുതൽ 4500 UAE ദിർഹം വരെ ആയിരിക്കും. മറ്റുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നല്ലൊരു അവസരമാണ്, യോഗ്യതയുള്ളവർ പാഴാക്കരുത്. ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അവിടെ അപ്ലൈ ചെയ്യുന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫോം കാണും. അവിടെ ആ ഫോമെല്ലാം ഫില്ല് ചെയ്ത ശേഷം താഴെ നിങ്ങളുടെ CV-യും കവർ ലെറ്ററും സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നിങ്ങളുടെ CV-യും അതേപോലെ തന്നെ കവർ ലെറ്ററും സബ്മിറ്റ് ചെയ്യുക. CV അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യുക. മറ്റ് CV-കൾ അപ്ലോഡ് ചെയ്യരുത്. ATS ഫ്രണ്ട്ലി CV നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ഒരു അവസരം യോഗ്യതയുള്ളവർ നഷ്ടപ്പെടുത്തരുത്. മികച്ച അവസരമാണ്. എമിറേറ്റ്സ് എയർലൈൻസിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ പിന്നെ ഭാവി സെറ്റാണ്, വിട്ടുകളയേണ്ട.